2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ ടെറസിലെ മയിൽപീലി ചീരയുടെ വിളവെടുപ്പ് ഞാൻ കാണിച്ചിരുന്നു. 3-4 ചീരകൾ വെച്ചാണ് ഓരോ ചട്ടിയിലും വെച്ചിരുന്നത്. ഇനിയും കുറച്ച് മയിൽപീലി ചീരകൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടോ, ഇതാണ് മരച്ചീര. ഏകദേശം ഒരാൾ പൊക്കത്തിൽ വളരുന്നതാണ് ഈ മരച്ചീര. യഥാർത്ഥത്തിൽ ഇത് ഓരോ ഗ്രോ ബാഗിലും 1-2 മാത്രം നിർത്തുന്നതാണ് നല്ലത്. പെട്ടെന്ന് പൂക്കാത്തതിനാൽ മാസങ്ങളോളം ഇതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം. മുളപ്പിച്ച ശേഷം ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നടാം എന്ന് വിചാരിച്ചാണ് വിത്തിട്ടതെങ്കിലും സ്ഥലപരിമിതി ഉള്ളതിനാൽ അത് നടന്നില്ല. അതുകൊണ്ട് കൂടുതൽ വലുതാവുന്നതിന് മുമ്പ് കുറച്ച് ചീരകൾ ഗ്രോ ബാഗിൽ നിന്ന് കറി വെക്കാനായിട്ട് പിഴുതെടുത്തു. ഇനിയും കുറെ മരച്ചീരകൾ കൂടി ഗ്രോ ബാഗിൽ നിന്ന് പിഴുതു മാറ്റാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കുറെ ചീരത്തൈകൾ കൂടി ഈ ഗ്രോ ബാഗിൽ നിന്ന് പിഴുതെടുത്ത് തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. മരച്ചീര വിളവെടുപ്പ് കഴിഞ്ഞ് പാകമായി നിന്ന 1-2 കത്തിരിക്കയും കുറച്ച് വെണ്ടക്കയും കൂടി ഇന്ന് പറിച്ചെടുത്തു. നാടൻ വെണ്ടക്കകൾ കുറച്ച് ദിവസമായി എന്നും വിളവെടുക്കാൻ കഴിയുന്നുണ്ട്. കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന 1-2 കാഴ്ചകൾ കൂടി ഇന്ന് ടെറസിൽ കണ്ടു. മാതളത്തിന്റെ ചെടിയിൽ പതിവിൽ കൂടുതൽ പൂക്കളും കായ്കളും പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷം നൽകുന്നതായിരുന്നു എന്റെ ചൈനീസ് മുസംബയിലെ ആദ്യത്തെ പഴം പാകമായി വരുന്നത് കണ്ടത്. ഇനിയും കുറച്ച് ദിവസം കൂടി വേണം ഇത് നന്നായിട്ട് പാകമാകാൻ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.